തീർച്ചയായിട്ടും ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെ വലിയൊരു റാലി സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. വിജയ് കേരള ഈ ഒരു പാർട്ടിയുമായിട്ട് രംഗത്ത് വന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരുപാട് സ്ഥലത്തുനിന്ന്, പാലക്കാട് നിന്നായാലും നമ്മുടെ കൊല്ലം ജില്ലയിലായാൽ പോലും, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് എടുത്തു പറയാൻ കാരണം തമിഴ് ബെൽറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും വിജയ്ക്ക് ഒരുപാട് ആരാധകരും ആ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. MGR പാർട്ടി തുടങ്ങിയത് തന്നെ DMK എതിർത്തുകൊണ്ടാണ്. ജയലളിതയുടെ കാലത്ത് നമുക്കറിയാം, ജയലളിത ഏറ്റവും കൂടുതൽ എതിർത്തതും കരുണാനിധിയും സ്റ്റാലിനെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടി ഒരിക്കലും സ്റ്റാലിനെയോ അല്ലെങ്കിൽ മറ്റൊരാളിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ആ ദ്രാവിഡ കാശി അവിടെ നശിച്ചു പോകും. തൃഷ മത്സരിക്കും, കാരണം അടുത്ത ഉപതെരഞ്ഞെടുപ്പ് അവിടെ വിജയ് രാജിവെക്കുന്ന സ്ഥലത്ത് തൃഷയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. മത്സരിക്കാൻ ചാൻസ് കൂടുതലാണ്, മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കുകയും ചെയ്യും. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ് അവരെന്നെ ഇങ്ങനൊരു സംവിധാനം തമിഴ്നാട്ടിൽ രൂപപ്പെട്ട സമയത്ത് എന്നെ വിളിച്ചിട്ട് കേരളത്തിൽ നിന്ന് നമുക്ക് കേരളത്തിൽ കൂടെ ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും എനിക്ക് ടിക്കറ്റ് ഇട്ട് തരികയും എന്നെ ചെന്നൈയിൽ വിളിച്ചു വരുത്തി വിജയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും, അത് ഇലക്ഷന് മുമ്പായിരുന്നു. നമസ്കാരം. സതീഷ്, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും നേരിട്ട് കാണുകയും ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. NCP രാഷ്ട്രീയത്തിൽ നിന്നും താങ്കൾ വിട പറയുന്നു. അതിനുശേഷം പിന്നീട് കുറച്ചധികം കാലം സാമൂഹിക പ്രവർത്തനങ്ങളുമായിട്ട്, അതായത് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ഞാൻ കണ്ടിരുന്നു. കുട്ടനാട് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് താങ്കൾ ചെയ്യുന്നത്, വനിതകൾക്കിടയിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ താങ്കൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ അവസാനമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് ഇളയ ദളപതിയുടെ, അതായത് വിജയുടെ പാർട്ടിയുടെ 19 അംഗ ഉന്നതാധികാര സമിതിയിൽ താങ്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലും TVK അതിൻ്റെ യൂണിറ്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണ് ഭാവി പ്രവർത്തനങ്ങൾ? കേരളത്തിൽ നമ്മൾ ജൂൺ ആദ്യവാരം മുതൽ TVKയുടെ പ്രവർത്തനം തുടങ്ങും. ഇപ്പോൾ നമ്മൾ 14 ജില്ലകളിലും അതിൻ്റെ കൂട്ടായ്മ, യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കൂട്ടായ്മകൾ നടത്തി വരുന്നുണ്ട്. ജൂൺ ആദ്യവാരത്തോടു കൂടി തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വലിയ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, അത് അവിടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു സംഭവം അല്ല അത്. കാരണം വിജയിയുടെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ, മറ്റുള്ള ആൾക്കാർ ഞാൻ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൂടുതലും ചാരിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കില്ല പ്രവർത്തനം? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പല പാർട്ടികളിലും പ്രവർത്തിച്ച് അവിടെ നിന്നൊക്കെ റിട്ടയർ ആയിട്ട് നിൽക്കുന്ന, അതായത് മറ്റൊരു പാർട്ടിയിലും സാധ്യതകളില്ലാതെ നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഇപ്പോൾ TVKയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ളൊരു സമീപനം എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമുക്ക് NCPയിൽ, ഞാൻ NCPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിലെ കുറേ സുഹൃത്തുക്കളുണ്ട്, പഴയ സുഹൃത്തുക്കളുണ്ട്. പിന്നെ കേരള കോൺഗ്രസ്, നമ്മുടെ എസിൻ്റെ ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, പഴയ ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ കൂടുതലും പ്രാധാന്യം യൂത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ കേരളത്തിൽ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ജൻസി സമൂഹമൊക്കെ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ, മലയാളികളുടെ ഇൻസ്റ്റാഗ്രാം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിജയുടെ പ്രൊഫൈലും റീൽസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ വലിയൊരു പ്രതീക്ഷയുണ്ട് വിജയുടെ മേൽ ഈ പറഞ്ഞ ജൻസി സമൂഹത്തിന്, കേരളത്തിലെ ജൻസി സമൂഹത്തിനും. അപ്പോൾ കേരളത്തിലേക്ക് TVKയുടെ യൂണിറ്റ് വരുന്ന സമയത്ത് കൂടുതൽ യൂത്തിനെ ഉൾപ്പെടുത്തി കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുന്നത്. എന്തൊക്കെ ഈ ചാരിറ്റിക്ക് അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടായിരിക്കും TVK കേരളത്തിൽ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക? നമ്മൾ യൂത്ത് മാത്രമല്ല, നമ്മൾ കൊച്ചു കുട്ടികളിൽ നിന്നാണ് ഇപ്പം TVKയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ പത്രസമ്മേളനത്തിൽ വിജയ് തന്നെ പറഞ്ഞു, കൊച്ചു കുട്ടികളെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ ഏറ്റെടുത്തുകൊണ്ടാണ് TVK തമിഴ്നാട്ടിൽ പ്രവർത്തനം തുടങ്ങിയത്. കൊച്ചു കുട്ടികളാണ് നാളെ ഭാവിയിൽ TVKയുടെ അല്ലെങ്കിൽ നാളത്തെ രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ നമുക്ക് യൂത്ത്, അതുകണക്കെ IT മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട്, വനിതകളെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സംരംഭം അല്ലെങ്കിൽ വലിയൊരു ടീം ഉണ്ടാക്കിക്കൊണ്ടാണ് TVK കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത്. ജൂൺ ആദ്യവാരം മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ഔദ്യോഗികമായിട്ട് ആരംഭിക്കും. ഇപ്പോൾ അതിൻ്റെ ഓരോ കൂട്ടായ്മകൾ ഓരോ ജില്ലകളിലും, തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെ അതിൻ്റെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് വരികയാണ്. അതിന് ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ ജില്ലയിലും അതിൻ്റെ ജില്ലാ കോർഡിനേറ്റർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ഇതിന്റെ എല്ലാം നിയന്ത്രണം ചെന്നൈയിൽ നിന്ന് തന്നെയാണ്. ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ ഈ TVKയുടെ പാർട്ടി ഓഫീസ് എവിടെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്? തിരുവനന്തപുരത്തായിരിക്കും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും അതിൻ്റെ സംസ്ഥാന ഓഫീസ്. പിന്നെ അതിൻ്റെ ഒരു ഓഫീസ് എറണാകുളത്തും വരും. അങ്ങനെ 2 ഓഫീസാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസുകളെല്ലാം എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടാവും. അത് കണക്ക് നേരത്തെ പറഞ്ഞ ആതുര സേവനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആംബുലൻസ് സർവീസ്, അങ്ങനെയുള്ള ചാരിറ്റിക്ക് കൂടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും TVKയുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ TVKയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലായിരുന്നു. ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് ADMKയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അവിടുത്തെ SP വേലുമണി, ഇപ്പോഴത്തെ നമ്മുടെ കോയമ്പത്തൂർ MLA, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു 4 വർഷം. അത് കഴിഞ്ഞ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എനിക്ക് നല്ല അടുപ്പവും ബന്ധവുമുണ്ട്. എനിക്ക് സ്റ്റാലിനുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ TVKയിൽ നിൽക്കുന്ന നമ്മുടെ ബുഷി ആനന്ദ് ഉൾപ്പെടെ ഒട്ടുമിക്ക നേതാക്കളുമായിട്ടും അന്ന് തുടങ്ങിയ ബന്ധമാണ്. അപ്പം ഇങ്ങനൊരു സംരംഭം വന്ന സമയത്ത് അവരെന്നെ വിളിച്ചു, വിജയെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് തന്നു. അങ്ങനെ അവിടെ പോയി നേരിട്ട് ഇലക്ഷന് മുമ്പ് തന്നെ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പം അന്ന് തുടങ്ങിയൊരു പ്രവർത്തനമാണ് കേരളത്തിൽ. പക്ഷേ യാദൃശ്ചികമായിട്ട് കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു എന്നൊരു ഇത് വരികയും, പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വന്നതാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ജൂൺ ആദ്യവാരം മുതൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് പോകും. ഈ കുട്ടനാട്ടിൽ താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നൊക്കെയുള്ള വലിയ വാർത്തകൾ വന്നിരുന്നു. ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും താങ്കളുടെ കാഴ്ചവെച്ചിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പിന്നെ അവിടെ മത്സരിക്കാതെ മാറി നിൽക്കാൻ കാരണം എന്താണ്? കുട്ടനാട്ടിൽ നമ്മൾ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ല, ഞാൻ NCP രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ അന്നത്തെ MLA ആയിരുന്നു തോമസ് കെ തോമസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുമാറാൻ കാരണം. അപ്പോൾ കുട്ടനാട്ടിലെ ജനതകൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നത് നേരിട്ട് കാണാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു വലിയൊരു മാറ്റം ചെയ്യാൻ വേണ്ടിയാണ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത്. പക്ഷേ ഇലക്ഷൻ സമയമായ സമയത്ത് ഈ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഇല്ലാതെ വന്നതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് അല്ലെങ്കിൽ അതുപോലെയുള്ള, കുട്ടനാട് മാത്രമല്ല പാലക്കാട്, ഇടുക്കി അതുപോലെയുള്ള എല്ലാ ജില്ലകളിലും TVKയുടെ സാന്നിധ്യം, തമിഴ്നാട്ടിലുണ്ടായതുപോലെ TVKയുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ സംസ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇനി TVKയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സമയത്ത് UDFന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് വല്ല സാധ്യതകളുണ്ടോ? UDFന്റെ ഭാഗമായിരിക്കും. കാരണം നമ്മൾ ചെന്നൈയിൽ UDFന്റെ ഭാഗമായിട്ടല്ലേ നിൽക്കുന്നത്. കോൺഗ്രസുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ ഇത് UDFൽ ചേരാൻ വേണ്ടിയിട്ട് TVKയുടെ യൂണിറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ UDFന് കത്ത് കൊടുക്കുമോ? അതെ, തീർച്ചയായും കൊടുക്കും. പ്രാദേശികമായിട്ട് ഇപ്പോൾ PV അൻവറിനെ പോലുള്ള ആളുകളൊക്കെ TVKയുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതിന്റെ സാധ്യതകൾ എന്താണ്? അറിയില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഇതില്ല. കാരണം പല ആൾക്കാരും ബന്ധപ്പെടുന്നു. അൻവർ മാത്രമല്ല, പല മുതിർന്ന കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ LDFയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരും BJPയുടെ ആൾക്കാരൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ സാധ്യത എത്ര ഉണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. താങ്കൾ തന്നെ ആയിരിക്കും കേരളത്തിൽ? തീർച്ചയായിട്ടും താങ്കൾ തന്നെ ആയിരിക്കും TVK കേരളത്തിൽ നയിക്കുക. മുമ്പോട്ടുള്ള ഇപ്പോൾ UDFന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് വിജയ് ഇപ്പോൾ 2 മന്ത്രിമാർ, ഒരു മന്ത്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മറ്റേ വിജയുടെ മന്ത്രിസഭയിൽ ഒരു കോൺഗ്രസ് മന്ത്രിമാരുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇനി വരുന്ന രാജ്യസഭ പോലെയുള്ള ഇതിലേക്കൊക്കെ TVK പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം വരുമോ? തീർച്ചയായിട്ടും വരണമല്ലോ അത്. കാരണം തമിഴ്നാട്ടിൽ ഇപ്പം 5 സീറ്റ് ഉള്ള കോൺഗ്രസ് 5 സീറ്റുണ്ട്, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളിൽ അതൊക്കെ ചോദിക്കും. വിജയ് വരുമോ കേരളത്തിൽ? തീർച്ചയായിട്ടും. മറ്റേ പാർട്ടിയുടെ ഒരു യൂണിറ്റ് രൂപീകരിക്കുന്നതോടുകൂടി ഇവിടെ തീർച്ചയായിട്ടും ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെ വലിയൊരു റാലി സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. ഈ ചാരിറ്റി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് വിദ്യാഭ്യാസ സഹായങ്ങളായിരിക്കുമോ ചെയ്യുക, അതോ മറ്റേ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുത്തിയിട്ട്? അല്ല, എല്ലാ രീതിയിലും ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടുള്ള രീതി, വിദ്യാഭ്യാസപരമായിട്ടുള്ള രീതി, മൊത്തത്തിൽ നമ്മുടെ ഒരു ചാരിറ്റി ആയിരിക്കും പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്. തമിഴ്നാട്ടിൽ എങ്ങനെയാണോ വിജയ് 2 വർഷം കൊണ്ട് അധികാരം പിടിച്ചത്, അവിടെ എന്താണോ ചെയ്തത് അതേ കാര്യങ്ങൾ തന്നെ കേരളത്തിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ട്, ഉഷി ആനന്ദ് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ടീമുണ്ട്. ആ ടീമിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിന് നമ്മൾ തുടക്കം കൊടുക്കും. ഈ ഫാൻസ് ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും TVK വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഫാൻസ് ഗ്രൂപ്പുമായിട്ട് സഹകരിക്കുന്നേ ഉള്ളത്. അത് വേറെ ഇല്ല, രാഷ്ട്രീയം ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കഴിക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നിൽക്കാം. ഫാൻസ് ഗ്രൂപ്പിൽ പെട്ടത്? അതെ. പക്ഷെ പലപ്പോഴും ഇപ്പം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വിജയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നത് പോലും ഫാൻസിന്റെ ആളുകളാണ്.
അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അല്ല, അവരിപ്പോൾ എല്ലാ ജില്ലകളിലും അവർ ചെയ്യുന്നുണ്ട്. ഫാൻസും സജീവമായി, ഫാൻസ് മാത്രമല്ല, വിജയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ. എനിക്ക് അടുത്തത് നമ്മൾ ആലപ്പുഴ തന്നെ തൃക്കുന്നപ്പുഴ എന്നുള്ള സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നടന്നതാണ്. ഒരു വലിയൊരു കൂട്ടം അവിടെ വിജയിയുടെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച്, അത് വിജയിയുടെ ഫാൻസ് അല്ല, പക്ഷെ പൊതുരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയം ഇല്ലാത്ത കുറേ വിദ്യാർത്ഥികളും അങ്ങനെയുള്ള ആൾക്കാർ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ പായസം വയ്ക്കുകയും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ നടത്തി. അത് വിജയിയുടെ ഫാൻസ് മാത്രമല്ല, അപ്പം എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു സംവിധാനമായിരിക്കും TV കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു മുമ്പും ADMKയുടെയും അതോടൊപ്പം തന്നെ DMKയുടെയും ഒക്കെ യൂണിറ്റ് കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അധികം ക്ലച്ച് പിടിച്ചിട്ടില്ല. അപ്പോൾ TVK എന്ന് പറയുന്ന പുതിയൊരു പാർട്ടിയുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ടാവും? അല്ല, ADMK ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിൽ ക്ലച്ച് പിടിച്ചു വന്ന ഒരു സംഭവമാണ്. കാരണം തിരുവനന്തപുരത്ത് അന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജു രമേശ് മത്സരമായി 6000-ഓളം വോട്ട് അന്ന് പിടിച്ചായിരുന്നു. കണക്കിന് പാലക്കാട്, ചിറ്റൂർ ഒക്കെ 2ാം സ്ഥാനത്ത് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ജയലളിതയുടെ മരണശേഷം ഈ ADMK സ്പ്ലിറ്റ് ആവുകയും ആ പ്രശ്നം വന്ന സമയത്താണ് കേരളത്തിൽ ആ ഒരു ഇത് നശിച്ചു പോയത്. പക്ഷേ അത് മാതിരിയല്ല വിജയ് വന്ന സമയത്ത്, ADMK വന്നത് മാതിരിയല്ല. വിജയ് ഈ ഒരു പാർട്ടിയുമായിട്ട് രംഗത്ത് വന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരുപാട് സ്ഥലത്തുനിന്ന്, പാലക്കാട് നിന്നായാലും നമ്മുടെ കൊല്ലം ജില്ലയിലായാൽ പോലും, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് എടുത്തു പറയാൻ കാരണം തമിഴ് ബെൽറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും വിജയ്ക്ക് ഒരുപാട് ആരാധകരും ആ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ SP വേലുമണിയുടെ കാര്യം ആദ്യമായിട്ട് സതീഷ് നോദങ്കിലാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഇതിങ്ങനെ പൂർണ്ണമായിട്ടും നമ്മൾ നാളെ ഒരു പിളർപ്പുണ്ടാകും, ആ പിളർപ്പിന് ശേഷം വിജയ്ക്ക് കേവല ഭൂരിപക്ഷത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയുന്നത്. അന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് 10-12 MLA-മാർ ഏറ്റവും കുറഞ്ഞതുണ്ടാകുമെന്നാണ്. പക്ഷേ സത്യത്തിൽ അത് 30 MLA-മാരിലേക്ക് എത്തി. ഈ SP വേലുമണി വിജയ്ക്ക് പിന്തുണ നൽകുന്നതിൽ സതീഷ് നോദങ്കലിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. SP വേലുമണി ഞാനുമായിട്ട് ഏകദേശം 4 വർഷത്തോളം ഉള്ള അടുപ്പമുണ്ട്. കാരണം ജയലളിതയുടെ പാർട്ടിയിൽ എന്നെ കൈപിടിച്ച് നിർത്തിയത് പുള്ളിയാണ്. പുള്ളി തമിഴ്നാട്ടിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു നേതാവ് തന്നെയാണ്. കാരണം സ്റ്റാലിൻ പോലും നേരിട്ട് പുള്ളിയെ തോൽപ്പിക്കാൻ വേണ്ടി കോയമ്പത്തൂർ നേരിട്ട് ഇറങ്ങിയിട്ട് പോലും അദ്ദേഹത്തെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നേതാവാണ്. അപ്പോൾ ഇങ്ങനൊരു വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിയൊഴുക്ക് മാതിരി നടന്നു. അങ്ങനെയൊക്കെ സ്വാഭാവികം രാഷ്ട്രീയപരമായിട്ട് നടന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10-15 പേരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ എടപ്പാളി പളനിസ്വാമിയുടെ തീരുമാനം, അദ്ദേഹം രഹസ്യമായിട്ട് DMK സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം അവിടെ എടുത്തതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരും കൂടെ വന്നേ ഉള്ളൂ. DMKക്ക് ADMKക്ക് ഒരിക്കലും പറ്റില്ല. കാരണം രണ്ടും 2 ചേരിയാണ്. കാരണം MGR പാർട്ടി തുടങ്ങിയത് തന്നെ DMK എതിർത്തുകൊണ്ടാണ്. ജയലളിതയുടെ കാലത്ത് നമുക്കറിയാം, ജയലളിത ഏറ്റവും കൂടുതൽ എതിർത്തതും കരുണാനിധിയും സ്റ്റാലിനെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടി ഒരിക്കലും സ്റ്റാലിനെയോ അല്ലെങ്കിൽ മറ്റൊരാളിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ആ ദ്രാവിഡ കാശി അവിടെ നശിച്ചു പോകും. ഈ ADMK പിളർത്തിയ മലയാളി എന്ന് തന്നെ വേണമെങ്കിൽ സതീഷ് നോദങ്കലിനെ വിശേഷിപ്പിക്കാം. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു, ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഭാഗം, കാരണം ഈ ADMKയും DMKയും തമ്മിൽ ലയിക്കാൻ വേണ്ടിയുള്ളൊരു അണ്ടർനാടകം എടപ്പാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ട് തമിഴ് ജനത ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കാരണം ADMK എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കക്ഷിയല്ല. കാരണം ജയലളിത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നും തമിഴ്നാട്ടിൽ ADMK തന്നെയായിരിക്കും. കാരണം അത് സ്പ്ലിറ്റായി. കാരണം ശശികല, ദിനകരൻ, അല്ലെങ്കിൽ പനീർ സെൽവം, അങ്ങനെ പല പല വിഭാഗങ്ങളായി മാറിയോണ്ടാണ് അവിടുത്തെ അവരെ വോട്ട് ഷെയർ കുറഞ്ഞത്. പനീർ സെൽവം ഇപ്പം DMK പോയി. ഇനിയിപ്പം ADMKയുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും തമിഴ്നാട്ടിൽ? ADMKയിൽ അവരിപ്പോൾ ADMK ഇപ്പം 34-35ഓളം MLA-മാരുണ്ട്. അവർ ADMK, അവരാണ് യഥാർത്ഥ ADMK എന്നുള്ള രീതിയിൽ ഈ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ കൂട്ടി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ TVKയുടെ ഒപ്പം നിന്നുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകും ADMK. പക്ഷേ ഇപ്പോൾ 17 MLA-മാർ ഇപ്പോഴും എടപ്പാടി പളനിസ്വാമിയുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ പൈസ കൊടുത്ത് നിൽക്കുന്നത്, അതൊക്കെ ഇപ്പുറത്ത് ചാടും ഉറപ്പായിട്ട്. ആ പാർട്ടി തന്നെ മൊത്തത്തിൽ TVKയിലേക്ക് ലയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. കാരണം ഇനി ഒരു 20 വർഷത്തേക്ക് നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വേറൊരു പാർട്ടിയെ ചിന്തിക്കേണ്ട. ഈ തൃഷ മത്സരിക്കുമോ? തൃഷ മത്സരിക്കും. കാരണം അടുത്ത ഉപതെരഞ്ഞെടുപ്പ് അവിടെ വിജയ് രാജിവെക്കുന്ന സ്ഥലത്ത് തൃഷയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. മത്സരിക്കാൻ ചാൻസ് കൂടുതലാണ്. മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കുകയും ചെയ്യും. ഈ വിജയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങിയത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തമിഴ്നാട് രാഷ്ട്രീയമായിട്ട് നല്ല അടുപ്പമുള്ള ഒരാളാണ്. ഈ നമ്മുടെ ജയലളിതയുടെ കാലം മുതലേ ഞാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നല്ല, ഇപ്പോൾ പനീർ സെൽവമായാലും ഞാൻ പറയും SP വേലുമണി ആയാലും നല്ല അടുപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റാലിൻ വന്ന സമയത്ത് സ്റ്റാലിനുമായിട്ടും എനിക്ക് നല്ല ബന്ധമായിരുന്നു. ആ ഒരു ബന്ധവും അന്ന് ADMKയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ശ്രീധരനെ പോലെയുള്ള ഒരുപാട്
ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ് അവരെന്നെ ഇങ്ങനൊരു സംവിധാനം തമിഴ്നാട്ടിൽ രൂപപ്പെട്ട സമയത്ത് എന്നെ വിളിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കേരളത്തിൽ കൂടെ ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും എനിക്ക് ടിക്കറ്റ് ഇട്ട് തരികയും എന്നെ ചെന്നൈയിൽ വിളിച്ചു വരുത്തി വിജയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും, അത് ഇലക്ഷന് മുമ്പായിരുന്നു. കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനം അല്ലെങ്കിൽ TVKയുടെ പ്രവർത്തനം കേരളത്തിൽ സജീവമാകാൻ വേണ്ടി തീരുമാനമെടുത്തത്. പിന്നെ ഉടനെ പിന്നെ ഇലക്ഷൻ്റെ പിന്നെ അതിൻ്റെ പുറകെ പോയത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ജയിച്ചു, ഇത്രയും അവർ സത്യപ്രതിജ്ഞ കാര്യങ്ങൾ, ആ ഒരു തിരക്കാണ്. അത് കഴിഞ്ഞ ഉടൻ കേരളത്തിൽ കാര്യങ്ങളിലേക്ക് നടക്കും. അപ്പോൾ TVKയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി കേരളത്തിൽ കൊണ്ടു നടക്കാനും ഫ്യൂച്ചറിൽ ഒരു മികച്ച രാഷ്ട്രീയക്കാരനായിട്ട്, ദിശാബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ശ്രീ സതീഷ് തോന്തയ്ക്കലിന് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.